ഇല്ലെങ്കിൽ എന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല മോളെ. ഇത്ര പെട്ടെന്ന് അമ്മ ചായ കുടിച്ചു കഴിഞ്ഞോ? സത്യം പറഞ്ഞ അമ്മ മോളെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അത് വെറുതെ കൂട്ടുകാരിയെ കാണാനാ വന്നതെന്ന് എനിക്കറിയാം. എനിക്കൊരു മോളുണ്ടായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഞങ്ങളെ വിട്ടുപോയി. ഗൂഗിളിന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നീ കേട്ടിട്ടേ ഉള്ളൂ? പിന്നല്ലാതെ അമ്മയുടെ മോളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ 10 വർഷങ്ങളായി മോളെ എന്റെ മോളെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അമ്മ കരയല്ലേ? എന്റെ മോളെ എന്തെങ്കിലും ഈ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുമോ? അത് എനിക്കെങ്ങനെ അറിയാനമ്മ? അമ്മയുടെ മോള് തിരിച്ചു വരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. എന്റെ പോക്ക് ഓർമ്മയില്ലാത്തോണ്ടാ അമ്മ പറയുന്നൊന്നും മനസ്സിലാവാത്തത്. നീ എന്റെ മോളടി. നീ സമൃദ്ധിയല്ല, അർച്ചനയാ എന്റെ അച്ചു. എന്റെ കണ്ണടയും മുമ്പേ നീ എന്നെ അമ്മയെന്നൊന്ന് വിളിച്ച് കേൾക്കണം മോളെ. എനിക്ക് ഇല്ലെങ്കിൽ എന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല മോളെ. അമ്മ ഇങ്ങനെ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അമ്മയുടെ മോളുടെ കാര്യം പറഞ്ഞ് പെട്ടെന്ന് ഇമോഷണലായി. അതുകൊള്ള എന്താ കമല ഇത്? എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കമലയുടെ മോള് തിരിച്ചു വരും. ആ പ്രതീക്ഷ തന്നെയാ എനിക്കുള്ളത്. എന്റെ സച്ചിമോനെ ഞാനും എന്റെ വീടും മുഴുവനും കാത്തിരിക്കുന്നത് അവക്ക് വേണ്ടിയാ. എന്റെ ദൈവമേ, അമ്മയുടെ കണ്ണീര് എന്നെ ദഹിപ്പിക്കുകയാണല്ലോ. അമ്മയുടെ ദുഃഖം ഒരു ചിത പോലെ എന്നെ പൊതിയോ. എനിക്കിത് സഹിക്കാൻ വയ്യ. ശോഭനെ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, അപ്പൊ ഊണ് കഴിക്കാതെ പോവാണോ? ഇവൾക്ക് നല്ല കൈപ്പുണ്യ. എന്റെ മോളുടെ കൈപ്പുണ്യം അനുഭവിക്കാൻ അമ്മയ്ക്കിനി യോഗം ഉണ്ടാവട്ടെ.
ഞാൻ സമയം പോലെ വരാം. ഉം. വാ. ഞാനെന്നാ ഇടയ്ക്ക് വരാം. പോട്ടെ. ദേ പേഴ്സ്. ശരി. ഭഗവാനെ, പ്രസാദം വാങ്ങിക്കൊള്ളൂ. അല്ല, എന്തിനാ കരയുന്നേ? എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ പോറ്റി. സാരമില്ല, വിഷമങ്ങളെല്ലാം ഭൈരവമൂർത്തിയോട് പറഞ്ഞോളൂ, എല്ലാം തീർത്തുതരും. എന്റെ ഭൈരവമൂർത്തി, എന്തൊരു പരീക്ഷണമായത്. എന്റെ മോൾ എന്നെ ഒന്ന് ഓർക്കുന്ന പോലുമില്ല. ഇത്രയും കാലം ഞാൻ അവക്ക് വേണ്ടി കാത്തിരുന്നത് ഇങ്ങനൊരു കാഴ്ച കാണാനായിരുന്നു. എന്റെ ഭഗവാന്, ഇത്രയ്ക്കൊരു ശാപം നീ എന്തിനാ എന്റെ മോക്ക് കൊടുത്തത്?